പിന്നെ മഞ്ജുഷ, എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഇവന്മാര് പക്ക ക്രിമിനലുകളാണ്. ഇവിടുത്തെ ഒന്ന് സംസാരിക്കാൻ നിൽക്കല് കേട്ടല്ലോ. പിന്നെ ഞങ്ങൾ അത്രയ്ക്ക് വലിയ ക്രിമിനലൊന്നും അല്ല. ഓ പിന്നെ കള്ളനോട്ടടിക്കുന്ന ഭയങ്കര പ്രശംസയേറിയ കാര്യമല്ലേ. പിന്നെ ഇവൻ എങ്ങനെ പൊക്കി? മാഡം, ഞാനും എൻ്റെ ഒരു പാർട്ണറും കൂടെ ചേർന്നാണ് ഈ പരിപാടി തുടങ്ങിയത്. ഈ വെള്ള പേപ്പറിനകത്താണ് ഈ നോട്ട് അടിക്കുന്നത്. നോട്ടടിച്ച് വന്നപ്പോൾ വെള്ള പേപ്പർ അങ്ങ് തീർന്നു പോയി. പിന്നെ ന്യൂസ് പേപ്പറിനകത്ത് ഞങ്ങൾ അടിച്ചത് ഒരു 500 നോട്ട് കൊണ്ട് കടയിൽ കൊടുത്തു. ഫ്രണ്ടില് ഏതോ സമരത്തിന്റെ ഒരു പടവും, പുറകില് ചരമക്കോളവും അപ്പത്തന്നെ പിടിച്ചകത്തിട്ടു. പാർട്ണർ ഒറിജിനൽ നോട്ടായിട്ട് ബോംബെക്ക് പോയി. അപ്പൊ അവൻ ഭയങ്കര ബുദ്ധിമാൻ, നീ ആണ്ട മണ്ടായി, ലോക മണ്ടായി. ഞാൻ ഇരിക്കട്ടെ സാർ. ഇരിക്കാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് വന്നാണ് സാറേ. ഓ എനിക്ക് മഞ്ജുഷേ. അല്ല പിന്നെ വയറ്റിനകത്ത് എന്തോ ഒരു ഇളക്കം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പഴകിയ ലഡു. അത് പഴകിയ ലഡുവൊന്നും അല്ലടാ, അത് ഞെക്കിപ്പോ കളങ്ങിപ്പോയല്ലോ. അതെ മഞ്ജുഷ, ഞാൻ ഇവിടെ കാര്യം പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അല്ലെ ഞാൻ എന്നെ എവിടെ മാറി? നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറി. മഞ്ജുഷ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെ നേരെ കോടതി ഹാജരാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്കൊരു റൂം എടുത്ത് മഞ്ജുഷയ്ക്ക് ബാത്റൂമിലൊക്കെ പോയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് വന്നൂടെ? അപ്പൊ പശുമാരായിട്ട് വിത്ത് കളയല്ലേ? പറ്റൂല സാർ. പിന്നെ പോയിട്ട് വാ മഞ്ജുഷ. എവിടെ പോകുന്നു സാറേ? അയ്യോ മഞ്ജുഷ ബാത്റൂമിൽ പോയിരുന്നു. അത് മഞ്ജുഷയിലല്ലോ, മഞ്ജു വാര്യരൊന്നുമില്ലേ പോയത്? എനിക്ക് അവള് മഞ്ജു വാര്യരാണ്. എന്താ സാറിന് ഒരു ഇളക്കം? ഞാൻ കൊറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നു. പ്രേമമാണല്ലേ? പ്രേമം മാത്രമല്ല, എനിക്ക് അവളെ കല്യാണം കഴിച്ച് കുടുംബജീവൻ നയിക്കാനും വളരെ ആഗ്രഹമുണ്ട്. ഉള്ളത് പറയല്ലോ, നല്ലൊരു പെൺകുട്ടിയാണ്. മാഡം ആരായാലും ഒന്ന് കൊതിച്ചു പോകും. അതിരിക്കട്ടെ, അത് അറിയാവോ അവർക്ക്? അവക്കറിയത്തില്ല. മാഡത്തിന് അറിയത്തില്ല? അയ്യോ, തുറന്ന് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. ഇടോ, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ലെന്ന് പറയാൻ ഞാൻ ചമ്മി പോവില്ലേ? അത് മനസ്സിലുള്ള കാര്യം തുറന്ന് പറയണമെന്ന്. എനിക്ക് എങ്ങനെ? പ്രേമിച്ചിട്ടില്ല മുമ്പല്ലേ? ഒരിക്കലും പ്രേമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പുരുഷനെ സ്ത്രീ ഇഷ്ടപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മളിൽ വേണം. പൊറോട്ട, കിഴങ്ങ്, മുട്ട. അതല്ല, ഒരു കലാകാരനാകണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും സാറ് കലാകാരനാണോ? ഓക്കെ, അതിനകത്ത് നമുക്ക് പിടിക്കാം. അല്ല, ഒന്നും അറിയത്തില്ല. പടം വരയ്ക്കുവോ? പടം അത് മതി, അതിനകത്ത് വീഴും. കൈ വരയ്ക്കും പറ്റത്തില്ല. ഇല്ല. അപ്പൊ ഈ റൊമാൻറ്റിക് ആകാൻ അറിയാമോ? അതെന്തോന്ന് സാറേ, ഞാൻ പറയുന്നത് അല്ല, നീ ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു സാർ. സത്യം? അതാണ് ഇത്ര പ്രാവീണ്യം നിനക്കിതില്ല. അപ്പൊ ഞാന് അവള് വരുമ്പോ എന്തോന്നൊക്കെ പറയേണ്ടെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. താനൊരു പ്രതിയാണെന്നോ ഞാനൊരു പോലീസുകാരനാണെന്നുള്ള പരിഗണന വേണ്ട. ഇക്കാര്യത്തിൽ താങ്കളാണ് എന്റെ ഗുരു. എന്നെ ശിഷ്യനായിട്ട് അങ്ങ് സ്വീകരിച്ചാലും എന്റെ ഗുരുവേ. നോക്കട്ടെ, നോക്കട്ടെ സാർ, എനിക്കൊന്ന് ആലോചിക്കണം.